ചാർജിംഗ് പിന്നൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിട്ടേൺ വരുന്ന ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവും. ഇന്ന് നമുക്ക് സർവീസിങ് കിട്ടിയിട്ടുള്ള വിവോയുടെ Y90 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് കംപ്ലൈന്റ് കസ്റ്റമർ പറഞ്ഞ് ചാർജ് കയറുന്നില്ല എന്നുള്ളതാണ് സംഭവം. നമ്മളിത് നോക്കുന്ന സമയത്തിനുള്ളിൽ പിന്നൊക്കെ പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ചാർജ് പിന്നെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്തു. ഈ ഫോൺ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ കാര്യം മനസ്സിലായത് ഇതുവരെ ഈ ഫോൺ സർവീസ് ചെയ്തിട്ടില്ല. കാരണം ഈ Y90 ഒക്കെ ഒരുപാട് ഓൾഡ് മോഡലാണ്. ഇതുവരെ സർവീസ് ചെയ്ത് എത്ര കാലം പോയി എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. എന്തായാലും ഈ CCയും ഇതേപോലെ പുതിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ UV കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ UV കാര്യങ്ങളൊക്കെ ഉള്ള CC ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗം റിമൂവ് ചെയ്തിട്ട് മാത്രം CC ഇളക്കുക. അല്ലാതെ നിങ്ങൾ ഇളക്കി കഴിഞ്ഞാൽ പ്രിന്റ് കട്ടാവാനുള്ള ചാൻസ് 90% കൂടുതലാണ്. സോ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ ആണെങ്കിലും പ്രിന്റ് കട്ടാവാനുള്ള ചാൻസ് വളരെ ചില ഗം വളരെ മെൽറ്റ് ആയിരിക്കും, അതാകുമ്പോൾ സീനില്ല. പക്ഷെ ഇതിന്റെ ഗം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല കട്ടിക്കുള്ള ഗം തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ ബാക്കിൽ. സോ നമ്മളത് ചെറിയൊരു ഹീറ്റ് അടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇളക്കിയിരിക്കുക. ചെറിയ ഹീറ്റ് എന്ന് പറയുമ്പോൾ 240 നമ്മൾ ഹീറ്റ് അടിച്ചിട്ടുള്ളത്. കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ടൂത്ത് ഉപയോഗിച്ചിട്ട് ആ ഗം ഇളക്കി എടുത്താൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് പോരും. ശേഷം നമ്മൾ ഈ CCന്റെ 4 ഭാഗത്തും കുറച്ച് ഫ്ലെക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലെഡ് ഉപയോഗിച്ചിട്ട് 4 ഭാഗത്തും കുറച്ച് ലെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് CC ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. ലെഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ മെക്കാനിക്കൽ ലെഡാണ് യൂസ് ചെയ്യുന്നത്. PPD ഉണ്ടെങ്കിൽ അത് ചെയ്താലും മതിയും, കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പോൾ 4 ഭാഗത്തും ലെഡ് ആക്കി കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലുള്ള 4 പിന്നിലും കൂടി ലെഡ് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് സാധനം നമുക്ക് പ്രിന്റ് കട്ടാതെ കിട്ടും. അത് നിർബന്ധമല്ല, ആക്കി കൊടുത്താൽ നമുക്ക് അത്രയും ബെറ്റർ ആണ്. ശേഷം നമ്മുടെ ബ്ലോവറിൽ ഒരു 340 ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് അതിന്റെ 4 സൈഡൊക്കെ അടിച്ചു കൊടുക്കുക. ഹീറ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഏകദേശം ഒരു 60 സെക്കൻഡ്, ചിലപ്പോൾ 1 മിനിറ്റ് വരെ 2 മിനിറ്റ് വരെ ചിലപ്പോൾ അടിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ഹീറ്റിന്റെ അനുസരിച്ചാണ് എത്ര ടൈം അടിക്കണം എന്നുള്ളത്. സോ ഞാൻ ഇവിടെ ഏകദേശം ഒരു 30 സെക്കൻഡോളം അടിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മളൊരു ബെഡ്സ് എടുത്തിട്ട് ടെന്നിയർ മുക്കിനേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും ഓരോ വർക്ക് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യണം, അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്ലീൻ ചെയ്തതിനു ശേഷം കുറച്ച് ഫ്ലെക്സും കൂടി ആഡ് ചെയ്തിട്ട് വിക്ക് ഉപയോഗിച്ചുകൊണ്ട് 4 ഭാഗത്തുള്ള പഴയ ലെഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ഗുഡ് വിക്ക് എന്ന് പറഞ്ഞ വിക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നല്ല ഇതൊരു യൂസ് ചെയ്തില്ല ബെറ്റർ വിക്ക് തന്നെയാണ്. സോ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിക്ക് ഒന്ന് 4 ഭാഗം ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം നമ്മളെ കണക്ഷൻ വരുന്ന 4-5 പിന്നിലും നമ്മളെ പുതിയ ലെഡ് ആഡ് ചെയ്തെടുക്കുക. PPD ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഈ ഒരു ലെഡാണ് കുറച്ചും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. PPD ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് നിൽക്കും. ലെഡ് ആഡ് ആക്കുന്നതിന് മുന്നേ കുറച്ച് ഫ്ലെക്സ് ആഡ് ചെയ്യണം. ഓൾറെഡി ഈ ബോർഡിൽ ഫ്ലെക്സ് ഉള്ളതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് ഫ്ലെക്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ലെഡ് എവിടെ ഫിക്സ് ചെയ്യുമ്പോഴും ഫ്ലെക്സ് ആഡ് ചെയ്തിട്ട് ലെഡ് പിടിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ അവിടെ ഫിക്സ് ആയിട്ട് വെക്കും. ശേഷം നമ്മൾ പുതിയൊരു CC എടുത്തതിന് ശേഷം CCയുടെ 5 പിന്നിലായിട്ട് നമ്മൾ പുതിയ ലെഡ് ഫിക്സ് ചെയ്തെടുക്കുക. പിന്നെ CCയുടെ ബാക്കിൽ വരുന്ന 5 കാലിലും ലെഡ് ആക്കി. ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ CC അവിടെ പിടിച്ച് നിൽക്കണം. കാരണം നമ്മൾ ബോർഡിൽ എത്ര ഹീറ്റ് അടിക്കുന്ന ബോർഡ് കൂടുതൽ ഡാമേജ് ആവുള്ളൂ. നമ്മൾ ഈ CC പെട്ടെന്ന് നിൽക്കാനും ഏറ്റവും ബെറ്റർ ഈ CCയിലും കൂടി കുറച്ച് ലെഡ് ആക്കി കൊടുക്കുന്നതാണ്. ശേഷം നമ്മൾ CC ഫിക്സ് ചെയ്തതിന് ശേഷം 4 കാലുകൾ, ഞാൻ ബാക്കിൽ വരുന്ന 5 കണക്ഷനുകളാണ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബാക്കിൽ വരുന്ന 5 കണക്ഷനുകൾ ആദ്യം നമ്മൾ അയൺ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിൽ മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതിൽ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കാം. ഞാൻ VAT യൂസ് ചെയ്യാൻ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യില്ല. C ടൈപ്പിനാണ് അധികം ഞാൻ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യല്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാനുള്ളൂ. കാരണം നമ്മളിപ്പോൾ CCയിലും അതേപോലെ ബോർഡിലും ലെഡ് ആക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫിക്സ് ആയിട്ട് നിൽക്കും. ഇതിന് ശേഷം നമ്മൾ CCയുടെ 4 കാലിലും പുതിയ ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെഡ് നമ്മൾ ഓവറായിട്ട് അപ്ലൈ ചെയ്യരുത്. കാരണം ഓവറായിട്ട് ലെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോർഡിൽ CC വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാതെ കണ്ടീഷനിലാവും. ഈ ലെഡ് നമ്മൾ CCയുടെ മുകൾ ഭാഗത്തും പറ്റുമെങ്കിൽ അടിഭാഗത്തും കൂടി ഫിക്സ് ചെയ്താൽ നല്ല പ്രോപ്പറായിട്ട് തന്നെ CC നിൽക്കും. ഏകദേശം നമ്മൾ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. 4 കാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒന്നുകൂടി പ്രോപ്പറായിട്ട് CC പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് ആവാതിരിക്കാൻ നമുക്ക് ഇതിൽ വ്യൂവിങ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ടിന്നർ വെച്ചിട്ട് ഒന്ന് വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ CC പൊക്കിയ സമയത്ത് നമ്മൾ പറയാൻ വിട്ടുപോയ കേസാണ്. നമ്മൾ CCന്റെ തൊട്ടടുത്ത് വരുന്ന മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. സോ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ടെക്നീഷ്യൻസ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സോ ഞാൻ കുറച്ച് ഇയേഴ്സ് ആയിട്ട് നമ്മളിപ്പോൾ 8-9 ഇയേഴ്സ് ആയിട്ട് ഒരു ഫീൽഡിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ കവറിംഗ് ഒന്നും ചെയ്യാതെ ചെയ്യുന്നത്. കാരണം ഇതിന് മുന്നേ ഞാനൊരു CC മാറ്റുന്ന വീഡിയോ ഇട്ട സമയത്ത് കമന്റിൽ 1-2 പേര് പറഞ്ഞിരുന്നു കവർ ചെയ്തിട്ട് ചെയ്തൂടെ എന്നുള്ളത്. കവർ ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. സോ നമ്മൾ കംപ്ലൈന്റ് വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ വ്യൂവിങ് കൂടി ഇട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ CC ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ വരില്ല എന്നുള്ളത് ഞാൻ 99% ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം. സോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്തായാലും നമുക്ക് ഒന്ന് ലെവലാവണ വരെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ലെവലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് CC മാറ്റിയെടുക്കാം. ഒരു 10-15
15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമർ കൊടുക്കാൻ കഴിയും. അതിൽ നമ്മൾ ഈ ഒരു വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസ് ഫോളോ ചെയ്യാനും ആക്കിയത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.